ഹായ്, ബോസ് ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ നെടുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കറക്റ്റ് പറയുകയാണെങ്കിൽ വട്ടപ്പിന്നി എന്ന് പറയും. അവിടെ ഒരു 1400 1500 ആ ഒരു സ്ക്വയർ, കൃത്യം എത്രയെന്ന് എനിക്കറിയില്ല. ഞാൻ ചോദിച്ചപ്പോൾ നമ്മുടെ ഇതിൻ്റെ എഞ്ചിനീയേഴ്സ് സാറൊക്കെ ഉണ്ട്, ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ട്, വർക്കേഴ്സ് ഉണ്ട്. ഇന്നിവിടെ നമ്മൾ പണി എങ്ങനെയാണ് നടക്കണതെന്നാണ് കാണാൻ പോണത്. നമ്മൾ ഹൈ ഡെൻസിറ്റി AAC ബ്ലോക്ക് കൊണ്ട് എങ്ങനെയാണ് പണി നടക്കുന്നതെന്നുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ അവരോട് തന്നെ ചോദിക്കാം. അപ്പോൾ ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കണം. ഞങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ ഈ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും എല്ലാം കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ AAC ബ്ലോക്സിൻ്റെ ഡീലേഴ്സാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇനി വല്ലാണ്ട് വാചകടിക്കാണ്ട് നമുക്ക് വീഡിയോയ്ക്ക് പോവാം. പൗലോസേട്ടൻ ഉണ്ട് നമ്മുടെ അടുത്ത്. അപ്പൊ ചേട്ടൻ്റെ അടുത്ത് വർക്ക് ചെയ്യണതിന്റെ പ്രാക്ടിക്കൽ സൈഡുകളെ കുറിച്ചൊക്കെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഇപ്പൊ എത്ര കാലമായിട്ട് ഈ കട്ട പണി തുടങ്ങിയിട്ട് എത്ര കാലമായിട്ട്? ഒരു വർഷത്തിന് മേലെയായിട്ടുണ്ട്. സ്ഥിര ഈ കട്ടയിൽ തന്നെയാണ്, സ്ഥിര ഈ കട്ടയിൽ. അപ്പൊ ഇപ്പൊ HD കട്ടയിലാണ് ഇത് പണിയണത്. അപ്പൊ ഇപ്പൊ മറ്റതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചേട്ടന് ഇതൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഇത് കാണുന്നത്. അവരോടായിട്ട് എന്താണ് പറയാനുള്ളത് ഈ കട്ടനെ കുറിച്ച്? നല്ല കട്ടയിന് നമുക്ക് പണി പെട്ടെന്ന് കയറുന്നതാണ്. പിന്നെ ടാപ്പിന്റെ ലാഭം അങ്ങനെയുള്ള എല്ലാം കൊണ്ടും നമുക്ക് ഗുണമാണ്. അത് നമുക്ക് പണി പെട്ടെന്ന് തീർന്ന് കിട്ടും നമുക്ക്. ഓക്കെ. അപ്പൊ ഇതിങ്ങനെ പണിക്കാർ കൂടെ പണിയുന്ന ആൾക്കാർ അവരൊക്കെ എങ്ങനെയാണ് ഇതിന്റെ മുറിക്കലും? നമ്മൾ കട്ടറിലാണ് മെയിനായിട്ട്. മറ്റേ കട്ടയിലും വിട്ട് പണിയുമ്പോ വ്യത്യാസം എന്താണ് തോന്നുന്നത്? വ്യത്യാസം എന്ന് പറഞ്ഞാൽ പണി പെട്ടെന്ന് സ്പീഡായിട്ട് പോകും. സുഖാണ് പണി, വലിയ ഭാരമൊന്നുമില്ല. പിന്നെ പെട്ടെന്ന് പണി കയറും ചെയ്യും. പെട്ടെന്ന് തന്നെ ഒരു വീടിന്റെ പരിപാടി ഒരു മാസം 1.5 മാസം ഉണ്ടാകുമ്പോഴേക്കും ഒരു വീടിന്റെ പണി കഴിയും, കട്ടപ്പണി കഴിയും. അപ്പൊ ഒരു കൊല്ലം കൊണ്ട് കുറെ വീട് കൊടുക്കും. അതെ അല്ലേ? അപ്പൊ ഈ വീടിന്റെ ഇപ്പൊ എന്ത് പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? സൺഷെയ്ഡ് വാർക്ക കഴിഞ്ഞ് നമ്മൾ 10 അടിക്ക് പൊന്തിക്കാൻ പോകുന്നു. അപ്പോൾ ഫസ്റ്റ് ലൈൻ ഇത് പണിയുന്നത് വാട്ടർ ലെവലിലായിരിക്കും. വാട്ടർ ലെവലല്ലാണ്ട് പണി കൊണ്ടുപോകാൻ പറ്റില്ല. വാട്ടർ ലെവലിൽ തീർത്താൽ മാത്രമേ നമുക്ക് ഈ പണി നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, ഫിനിഷിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യത്തെ ഒരു ഇത് കെട്ടാൻ കുറച്ച് സമയം എടുക്കും. പിന്നെ പണി പെട്ടെന്നായിരിക്കും, പെട്ടെന്ന് പണി വരും. നമുക്ക് ഈ ഫസ്റ്റ് പരി വാട്ടർ ലെവലിൽ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി പെട്ടെന്ന് സ്പീഡായി പോകും. അപ്പൊ ആ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ അത് കൃത്യമായിട്ട് കാണാം. അപ്പൊ കാണാം. ഓക്കെ. കറക്റ്റായിട്ട് ഇറങ്ങിയാൽ അത് ഫില്ലാവുള്ളൂ. ഫില്ലായി ഇത് ഇതായ പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കട്ട എടുത്താൽ കിട്ടില്ല. അതിന് ഇതിൻ്റെ മെയിൻ പ്രത്യേകത.
പേര് സന്ദേശ് എന്നാണ്. സാറിൻ്റെ അടുത്ത് നമുക്ക് ചോദിക്കാം, ഡീറ്റെയിൽസ് ചോദിക്കാം. സാർ അപ്പോൾ ഇതിപ്പോൾ HD ബ്ലോക്ക് കൊണ്ട് പണിയുന്നൊരു വീടാണല്ലോ. അപ്പോൾ സാറിപ്പോൾ എത്ര മുന്നൊക്കെ ഇത് ഈ കട്ട വെച്ചിട്ട് ചെയ്തിട്ടുണ്ടോ? മറ്റ് കട്ടയിൽ നിന്നും, യൂഷ്വൽ കോൺക്രീറ്റ് കട്ടയിൽ നിന്നും ഇതിൽ നിന്നുള്ള വ്യത്യാസം എന്തുകൊണ്ടാണ്? ഈ ഒരു കട്ടയിലേക്ക് ഒരു കൺസ്ട്രക്ഷൻ മാറ്റി കൊണ്ടുവന്നത് എന്തുകൊണ്ടാണ്? നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് ഈ കട്ട വെച്ച് ചെയ്യണത്. ഓക്കെ ഓക്കെ. അപ്പോൾ കട്ട ഇത് വെച്ച് ചെയ്യാനുള്ള തീരുമാനം ഉണ്ടായത് മെയിനായിട്ട് അതിൻ്റെ കോസ്റ്റ് കുറയ്ക്കാന്നുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് തേപ്പ് ഇല്ലാണ്ടാവുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കോസ്റ്റ് ലാഭിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഈ കട്ട തിരഞ്ഞെടുക്കാനുള്ള മെയിൻ കാരണം. പിന്നെ ഈ കട്ടയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ചൂടുണ്ടാവില്ല, പിന്നെ പെട്ടെന്ന് പണി നീങ്ങും, പിന്നെ ഈ മണല് മെറ്റല് സിമെന്റ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെയാണ് മെയിൻ റീസൺ. അപ്പോൾ ഇതിപ്പോ എത്രയായി? ഇതിപ്പോ എത്ര സ്ക്വയർ ഫീറ്റ് വീടാണ്? ഈ വീടിന്റെ ഡീറ്റെയിൽസ്. ഇതൊരു 1400 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് വരുന്നത്. 1400 അടി ഒരു 1250, പിന്നെ ഫസ്റ്റ് ഫ്ലോർ വരുന്നത് ഒരു 200 സംതിങ് സ്ക്വയർ ഫീറ്റ് ആണ്. ഓക്കെ. അപ്പോൾ സാറിന് വേറെ എന്തെങ്കിലും ഈ കട്ടേനെ കുറിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പറയാനുണ്ടോ? ഒരുപാട് ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് സംശയമുണ്ട്. ഇത് വെച്ച് പണിയാൻ പറ്റുമോ അതൊന്ന്, പല സംശയങ്ങളുണ്ട്. നമ്മൾ ഇതിനെക്കുറിച്ച് പരമാവധി അന്വേഷിച്ച് ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ഈ കൺസ്ട്രക്ഷൻ രീതിയിലേക്ക് നമ്മൾ ഇപ്പോൾ എൻട്രി ചെയ്യിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ പ്രോജക്റ്റാണ്. ഇനിയും ഇത് വെച്ച് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ട്. സാറിന് താങ്ക് യു. ഞങ്ങളുടെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്തതിന്. അപ്പോൾ ബോസ് ട്രേഡേഴ്സിൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.